പ്രിയപ്പെട്ടവരെ നമസ്കാരം. മുൻപൊക്കെ ഇതുപോലെ LIC ഏജന്റുമാർ പൊടിയിലും പുകയിലും കഷ്ടപ്പെട്ട് കസ്റ്റമേഴ്സിനെ കണ്ടുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പലരും കാറിലൊക്കെയാണ് യാത്ര എങ്കിലും കഷ്ടപ്പാടൊക്കെ പഴയതുപോലെ തന്നെ. പക്ഷേ മിടുക്കരായ പലരും അങ്ങനെയല്ല. അവർ അവരുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ പോളിസികൾ പൂർത്തിയാക്കുന്നു, വിജയകരമായി ബിസിനസ് നടത്തുന്നു. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അവർ ഉപയോഗിക്കുന്നത് LICയുടെ ആനന്ദ ആപ്ലിക്കേഷനാണ്. ആനന്ദ ആപ്ലിക്കേഷനിലൂടെ നമുക്കും വളരെ ഈസിയായി എങ്ങനെ പോളിസികൾ ചെയ്യാം എന്ന് പരിശോധിക്കാം. ഗൂഗിൾ ക്രോമിൽ നവ ആനന്ദ എന്ന് ടൈപ്പ് ചെയ്താൽ LIC ആനന്ദ സൈറ്റ് കാണുവാൻ സാധിക്കും. അതിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ LIC സെയിൽസ് ചാമ്പ്യൻസ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. നമ്മുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു OTP വരും. OTP കൂടി എൻ്റർ ചെയ്താൽ നമ്മൾ അപ്ലിക്കേഷനകത്തേക്ക് കടക്കുകയായി. ഇവിടെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ആഡ് ന്യൂ ലീഡ്സ് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന പേജിൽ കസ്റ്റമറുടെ പേരും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യുക. കസ്റ്റമറുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് മാറുന്നതാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ജീവൻ ലാബ് സെലക്ട് ചെയ്തു. ഈ പേജിൽ ബേസിക് സം ഇൻഷ്വേർഡും പ്ലാനിൻ്റെ ടേമും പേയ്മെൻറ്റ് ടൈമും സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊപ്പോസർ മൈനർ ആയതിനാൽ പോളിസി ആരുടെ പേരിലാണോ അവർ തമ്മിലുള്ള ബന്ധവും ലൈഫ് അഷ്വേർഡിൻ്റെ ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത പേജിലേക്ക് മാറുകയും അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള മോഡിനനുസരിച്ച് പേയ്മെൻറ്റ് എത്ര വീതമാണ് എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് യോജിച്ച പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇവിടെ സേവ് കോട്ട് കൊടുത്ത് മുന്നോട്ട് പോവുക. തൊട്ടടുത്ത പേജിൽ സൂട്ടബിലിറ്റി അനാലിസിസ് വേവ് ചെയ്യണമോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ യെസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. തൊട്ടടുത്ത പേജിൽ തിരഞ്ഞെടുത്ത പ്ലാനും നിങ്ങളുടെ ബ്രാഞ്ച് കോഡ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അവിടെ നെക്സ്റ്റ് കൊടുക്കുക. സാറ്റലൈറ്റ് ഓഫീസ് ഉണ്ട് എങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. തൊട്ടടുത്ത പേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് മുൻപ് eKYC ഉണ്ടായിരുന്നത്. മുൻപൊക്കെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് അപ്ഡേഷനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി കസ്റ്റമറുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. പഴയ മാർഗത്തിലൂടെ സിപ്പ് ഫയൽ അപ്ലോഡ് ചെയ്തും നമുക്ക് വാലിഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ഇൻസ്റ്റൻറ്റ് വാലിഡേഷനാണ് എനിക്ക് എളുപ്പമായി തോന്നിയത്. അതിനുവേണ്ടി ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ആധാറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. അത് എൻ്റർ ചെയ്യുക. ഇവിടെ പോളിസി മൈനറുടെ പേരിലായതുകൊണ്ട് പ്രൊപ്പോസറുടെയും മൈനറായ കുട്ടിയുടെയും ഇതുപോലെ eKYC വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ആധാറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന OTPയും രണ്ടാമത് LICയുടെ ഭാഗത്ത് നിന്ന് വരുന്ന OTPയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ്. മുതിർന്ന ആളുടെയാണ് പ്രൊപ്പോസൽ എങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം eKYC പൂർത്തിയാക്കിയാൽ മതിയാകും. ആധാർ OTPക്ക് ശേഷം വരുന്ന നെക്സ്റ്റ് സ്ക്രീനിൽ കസ്റ്റമറുടെ ആദ്യത്തെ ഫോൺ നമ്പറിൻ്റെ മിസ്സായ നമ്പറുകൾ എൻ്റർ ചെയ്യുക. ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ ഒരു OTP കൂടി വരുന്നതാണ്. മൊത്തം 2 OTP മാത്രമേ ഉള്ളൂ. ഈ 2 OTPകൾ വഴി കസ്റ്റമറുടെ ആധാറിലെ വിവരങ്ങൾ നമ്മുടെ പ്രൊപ്പോസലുമായി അറ്റാച്ച് ആയി കഴിഞ്ഞു. തൊട്ടടുത്ത പേജിൽ നമ്മൾ സാധാരണ പ്രൊപ്പോസലിൽ ചെയ്യുന്ന പോലെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസുകൾ രേഖപ്പെടുത്തുക. ഇവിടെ നമ്മുടെ പാൻ നമ്പർ രേഖപ്പെടുത്തുക, വാലിഡേറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി പാനിലെ വിവരങ്ങൾ അവിടെ വരുന്നതാണ്. വിവരങ്ങൾ ഫെച്ച് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ പാൻ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോവുക. തൊട്ടടുത്ത പേജിൽ ആധാറിൽ നിന്നെടുത്ത അഡ്രസ്സ് കാണുവാൻ സാധിക്കും. പെർമനൻ്റ് അഡ്രസ്സ് മാറ്റുവാൻ സാധിക്കില്ല എങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മുടെ നേച്ചർ ഓഫ് ഡ്യൂട്ടി, ഇൻകം, മറ്റു വിവരങ്ങൾ രേഖപ്പെടുത്തുക. കഴിഞ്ഞ 3 വർഷത്തെയും വരുമാനം ഇവിടെ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത പേജിൽ മറ്റ് LICയിലോ മറ്റ് ഇൻഷുറൻസ് കമ്പനികളിലോ ഉള്ള പോളിസികൾ രേഖപ്പെടുത്തുവാനുള്ള ഇടമാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി രേഖപ്പെടുത്തിയാലും മറ്റുള്ള എല്ലാ പോളിസികളിലെയും ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ഫെച്ചായി വരുന്നതാണ്. പോളിസികൾ ഉണ്ട് എങ്കിൽ രേഖപ്പെടുത്തുക, ഇല്ല എങ്കിൽ ഇല്ല എന്ന് ടിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. തൊട്ടടുത്ത പേജിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഏജ്, ലിവിങ് ഓർ ഡെഡ് രേഖപ്പെടുത്തേണ്ട സ്ഥലമാണ്. ഇവിടെ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ സിബ്ലിങ്സ്, വൈഫ്, ചിൽഡ്രൻ ഇവരുടെ വയസ്സ് രേഖപ്പെടുത്തുക. അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസും രേഖപ്പെടുത്തി നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. അടുത്ത പേജിൽ പ്രൊപ്പോസറുടെ ഹെൽത്ത് ഡീറ്റെയിൽസ്, ഹൈറ്റ്, വെയ്റ്റ് മുതലായ വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ളതാണ്.
അടുത്ത പേജ് മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മിക്കവാറും ചോദ്യങ്ങൾക്ക് നോ തന്നെയാണ് കൊടുക്കേണ്ടത്. എങ്കിലും കസ്റ്റമർക്ക് യോജിച്ച രീതിയിൽ മറുപടി കൊടുക്കുക. നെക്സ്റ്റ് പോവുക. അടുത്ത പേജിൽ മറ്റ് റിസ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അവിടെയും ഉത്തരങ്ങൾ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. കഴിഞ്ഞ കുറച്ച് പേജുകളിൽ പ്രൊപ്പോസറുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പ്രൊപ്പോസർ മാത്രമുള്ള കേസിലാണെങ്കിൽ ഇത്രയും മാത്രം പൂർത്തിയാക്കി നെക്സ്റ്റ് പേജിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇവിടെ മൈനറുടെ കേസ് ഉള്ളതിനാൽ മൈനറുടെ ഡീറ്റെയിൽസും ഇവിടെ ഇനി വരുന്ന 4-5 പേജുകളിൽ പൂരിപ്പിക്കേണ്ടതാണ്. നേരത്തെ പ്രൊപ്പോസറുടെ പൂരിപ്പിച്ചതുപോലെ തന്നെ ആയതിനാൽ ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ മൈനർക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ID കാർഡ് കൂടി അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് വരുന്ന ACRും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പൂരിപ്പിക്കുക. അതിൻ്റെ അവസാനം പ്രൊസീഡ് കൊടുത്താൽ വരുന്ന OTP എൻ്റർ ചെയ്താൽ ACR പൂർത്തിയായി. തുടർന്ന് വരുന്ന പേജിൽ BOC പേയ്മെൻ്റ് ആണോ ഓൺലൈൻ പേയ്മെൻ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക. പ്രപ്പോസലിലെ വിവരങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷം കസ്റ്റമറുടെ വാട്സപ്പിലും മെയിലിലും ഇതുപോലൊരു ലിങ്ക് വരുന്നതാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു OTP ചോദിക്കും. OTP കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ ഡിക്ലറേഷൻ ഓക്കെ കൊടുക്കുക. പ്രൊസീഡ് കൊടുത്താൽ കസ്റ്റമർക്ക് പ്രപ്പോസലിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം കാണുവാൻ സാധിക്കും. ഫൈനലി കസ്റ്റമർ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് OTP കൂടി കൊടുത്താൽ പ്രപ്പോസൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് മുതലായ എന്ത് സംവിധാനം ഉപയോഗിച്ചും പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന ലീഡ് ID ഉപയോഗിച്ച് ഓഫീസുമായി ബന്ധപ്പെട്ട് പോളിസിയാക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പുതിയ കാലത്തിൻ്റെ ബിസിനസ് രീതികൾ ഉപയോഗിച്ച് കൂടുതൽ ആയാസരഹിതമായി നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.